വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നെയ്മർ ജൂനിയറെ കുറിച്ചും അൽഫോൺസോ ഡേവിസിനെ കുറിച്ചും ഏർലിംഗ് ഹാലൻഡിനെ കുറിച്ചൊക്കെയാണ്. ഫസ്റ്റ് ലെറ്റ്സ് ഗോ ടു നെയ്മർ. നെയ്മർ എന്ന് പറയുന്നത് സംസാരിക്കാൻ അത്ര രസമുള്ളൊരു ടോപ്പിക്കല്ല. അപ്പോൾ നെയ്മറിൻ്റെ നിലവിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അൽ ഹിലാൽ സൗദി പ്രോ ലീഗിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് നെയ്മറെ രജിസ്റ്റർ ചെയ്യുന്നില്ല. അതാണിപ്പം അൽ ഹിലാലിൻ്റെ മാനേജർ ഓപ്പണായി വന്ന് പറഞ്ഞിട്ടുള്ളത്. ആൾ പറഞ്ഞ കാര്യം വളരെ ക്ലിയറാണ്. ഞങ്ങളിപ്പോൾ കളിക്കുന്ന ലെവലിൽ നെയ്മർക്ക് കളിക്കാൻ കഴിയില്ല, കാരണം അദ്ദേഹത്തിന് അത്രയും ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾ പ്രസ്സിനോട് തന്നെ പറഞ്ഞാണ്. അപ്പം അവരൊരിക്കലും നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല, കാരണം നെയ്മറിൻ്റെ കരിയർ ഇഞ്ചുറി കവർന്നെടുത്ത് തിന്നു കഴിഞ്ഞു. അപ്പം അവരുടെ വ്യൂ ഒന്ന് നോക്കുവാണെങ്കിൽ സൗദി പ്രോ ലീഗിൻ്റെ അല്ലെങ്കിൽ PIFൻ്റെ അല്ലെങ്കിൽ അൽ ഹിലാലിൻ്റെ വ്യൂ ഒന്ന് നോക്കുവാണെങ്കിൽ 3.3 മില്യൺ പെർ വീക്ക് സാലറി കൊടുത്തിട്ട് അവർക്ക് നെയ്മർ അക്കോമഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നെയ്മർ ആവശ്യത്തിന് അവൈലബിൾ ആവുന്നില്ല. അദ്ദേഹം ഒരു വർഷം ഇഞ്ചുറി ആയിട്ട് പുറത്തിരിക്കുന്നു, തിരിച്ചെത്തുന്നു, ഒരു കളി കളിക്കുമ്പോഴേക്കും വീണ്ടും ഇഞ്ചേർഡ് ആവുന്നു. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ അവർ നെയ്മറെ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാവാത്തതിൽ ഒരു അത്ഭുതമില്ല. പിന്നെ ഏതൊരു ചിക്കാഗോ ഫയർ FC എങ്ങാനും ഇദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വരുമെന്ന് കേൾക്കുന്നുണ്ട്. എനിവേ നമുക്ക് നെയ്മറെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നെയ്മറെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 2012-13 സമയത്തൊക്കെയാണ് നമ്മൾ നെയ്മറെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. മുടിയൊക്കെ ഇങ്ങനെ സ്പൈക്കാക്കിയിട്ട് സാൻഡോസിൽ കളിക്കുന്ന ഒരു ബ്രസീലുകാരൻ പയ്യൻ. നമ്മളെ നാട്ടിലേക്ക് എല്ലാവരും ഈ ഫോണിലും ടാബിലൊക്കെ ആളുടെ സ്കില്ല് വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ സീനൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും. അപ്പോൾ 2014 വേൾഡ് കപ്പ് എത്തുന്നു. 14 വേൾഡ് കപ്പിൽ ആൾ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നു. ഫസ്റ്റ് മാച്ച്, സെക്കൻഡ് മാച്ച്, തേർഡ് മാച്ച് ആൻഡ് ഫൈനലി കൊളംബിയക്കെതിരെയുള്ള മാച്ചിൽ സുനേഗ എന്ന് പറയുന്ന ചങ്ങായി ആളെ പുറത്തുനിന്ന് കുത്തിയിട്ട് നട്ടലിന് ആ പരിക്ക് പറ്റുന്നു. പിന്നീട് ഒരുപാട് കാലം നെയ്മർ പുറത്തിരിക്കുന്നുണ്ട്, ഒരുപാട് വേദന സഹിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്മറെ മോക്ക് ചെയ്യുന്നുണ്ട് വളരെ ക്രൂവലായ രീതിയിൽ. നെയ്മർ ആക്ടറാണ്, അല്ലെങ്കിൽ ഡൈവിങ് ഓവറാണ്, അവൻ്റെ വേദന അഭിനയമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ആൾക്ക് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. വലിയ ബ്രാൻഡുകൾ മുതൽ ചെറിയ പിള്ളേർ വരെ നെയ്മറെ ഒരു കോമാളി കഥാപാത്രമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സാഡായിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നെയ്മർ ഇഞ്ചുറി മാറി തിരിച്ചു വന്നു. അപ്പോൾ അതിനു മുമ്പേ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2013 കോൺഫെഡറേഷൻ കപ്പ്, 2008 യൂറോ കപ്പും 2010 വേൾഡ് കപ്പും 2012 യൂറോ കപ്പും അടിച്ച് ലോക ഫുട്ബോളിൻ്റെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന, അറിയാലോ അന്നത്തെ സ്പെയിൻ ടീമിനെ ആരൊക്കെയാണ് ആ ടീമിൽ കളിക്കുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആ സ്പെയിൻ ടീമിനെതിരെ കോൺഫെഡറേഷൻ കപ്പിൻ്റെ ഫൈനലിൽ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ഡെലിവർ ചെയ്തിട്ട് അവരങ്ങോട്ട് തകർത്ത് കളഞ്ഞ മനുഷ്യനാണ് സാക്ഷാൽ നെയ്മർ. അന്നത്തെ നെയ്മറിൻ്റെ കളി നമുക്ക് ഹൈലൈറ്റ് കണ്ടാൽ തന്നെ നമുക്കറിയാം ആ ഇമ്പാക്റ്റ്. വേറെ ലെവൽ ഇമ്പാക്റ്റാണ് നെയ്മർ ആ മത്സരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതും ആ സ്പെയിൻ ടീമിനെതിരെ, ലോക ഫുട്ബോളിൻ്റെ തലപ്പത്ത് ഇരുന്നിരുന്ന ആ ഒരു സ്പെയിൻ ടീമിനെതിരെ. പിന്നീട് ആൾ ആ വേൾഡ് കപ്പിന് ശേഷം ബാർസലോണയിലേക്ക് എത്തുന്നുണ്ട്. ബാർസലോണയിലേക്ക് എത്തിയ ശേഷം ഭയങ്കര ഹോപ്പായിരുന്നു എല്ലാവർക്കും. ആ ഹോപ്പിനേക്കാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അവിടെ വെച്ചിട്ടാണ് മെസ്സിയും സുവാരസും നെയ്മറും ചേർന്നിട്ട് MSN എന്ന് പറയുന്ന ലോക ഫുട്ബോൾ ചരിത്രം കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്ന, ഏറ്റവും സുന്ദരമായിട്ടുള്ള കെമിസ്ട്രി ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് സൂപ്പർ ഗോളുകൾ, എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഗോളുകൾ എന്നും ഓർക്കാൻ നെയ്മർ ഫാൻസിനും മെസ്സി ഫാൻസിനും ബാർസ ഫാൻസിനൊക്കെ സമ്മാനിച്ചിട്ടുള്ള ആ ഒരു അറ്റാക്കിംഗ് ട്രയോ, ഫോർ മീ ബെസ്റ്റ് അറ്റാക്കിംഗ് ട്രയോ ഓഫ് ഓൾ ടൈം, എൻ്റെ ഒരു ഒപ്പീനിയനിൽ കേട്ടോ. അപ്പം ആ ഒരു ട്രയോ അവിടെ ഉണ്ടായി വന്നു. അതിൻ്റെ ലെഫ്റ്റിലെ പോരാളിയായിരുന്നു നെയ്മർ. നെയ്മറും മെസ്സിയും സുവാരസും തമ്മിലുള്ള കെമിസ്ട്രി അത് വേറെ ലെവലായിരുന്നു. നെയ്മർ ഓടിക്കഴിഞ്ഞാൽ സുവാരസിന് അറിയാം എവിടെ പോകണം, നെയ്മറെ കാലിൽ നിന്ന് ബോൾ കിട്ടണമെങ്കിൽ എവിടെ പോകണം. അത് നെയ്മറിനും അറിയാം സുവാരസ് എവിടെ എത്തും. ആ സെയിം സാധനം മെസ്സിക്കും അറിയാം. മെസ്സി ഒരു ബോളായിട്ടൊരു ട്രാൻസിഷൻ്റെ സമയത്ത് ഓടിക്കഴിഞ്ഞാൽ നെയ്മറിനറിയാം ഞാൻ എവിടെ പൊസിഷൻ ചെയ്യണം. മെസ്സിക്ക് അങ്ങോട്ട് നോക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല, മെസ്സിക്കറിയാം നെയ്മർ അവിടെ എത്തും. അതായിരുന്നു കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ ലെവൽ കെമിസ്ട്രി ആയിരുന്നു. അവരുടെ ആ ഒരു അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് വന്ന ഗോളുകളൊക്കെ ഒന്ന് യൂട്യൂബിലെടുത്ത് കണ്ടോക്കി, എന്ത് ബ്യൂട്ടിഫുള്ളാണ്. നെയ്മറിൻ്റെ ബാഴ്സലോണയിലെ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് റിയലി സ്പെഷ്യൽ. ആളുടെ ഗോളുകൾ
അതിനിടയിൽ ആൾക്ക് ഒരുപാട് ഇഞ്ചുറികൾ പറ്റുന്നുണ്ട്, നല്ല നല്ല ഇഞ്ചുറികൾ പറ്റുന്നുണ്ട്. ഓപ്പണൻസൊക്കെ ആളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. ആൾ റെയിൻബോ ഫ്ലിക്ക് ചെയ്തതിൻ്റെ പേരിൽ ബിൽബാവിൻ്റെ പ്ലേയേഴ്സാണ് തോന്നുന്നത്, ആളെ വളഞ്ഞിട്ട് കുത്തുന്നുണ്ട്. നെയ്മർ തടയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം നെയ്മറിൻ്റെ ആ ഫൂട്ട് വർക്കും ആളുടെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഫെയിൻ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേറെ ലെവലാണ്. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ ഈ ഡിഫൻഡേഴ്സിന് കുരു പൊട്ടുന്നു, ആളെ പോയി വലിച്ചിടുന്നു, ആളുടെ ഫേസിന് കുത്തുന്നു, തലയ്ക്ക് കുത്തുന്നു, നെഞ്ഞത്ത് കുത്തുന്നു. ഇത് നമ്മൾ എത്ര തവണ നെയ്മർ എന്ന് പറയുന്ന മനുഷ്യൻ ചോരയൊലിപ്പിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഗ്രൗണ്ടിൽ കിടക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അങ്ങനെ ബാഴ്സയിൽ കളിക്കുന്ന സമയത്തും ആൾക്ക് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആൾ ഗ്രൗണ്ടിലെത്തുന്ന സമയത്ത് എന്താ പറയുക, വേറെ ലെവൽ കളിയായിരുന്നു. വേറെ ലെവൽ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. നെയ്മറിൻ്റെ മെസ്സിൻ്റെയും കൂടെയുള്ള ആളുടെ കോമ്പിനേഷൻ, ഡാനി ആൽവസിൻ്റെ കൂടെയുള്ള ആളുടെ കോംബോ, അവരുടെ സെലിബ്രേഷൻസ്, ഇപ്പം എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. UCL അടിക്കുന്നുണ്ട്, അവിടുന്ന് ലാലിഗ ട്രോഫീസ് അടിക്കുന്നുണ്ട്, അങ്ങനെ അത്യാവശ്യം അച്ചീവ്മെൻറ്റ്സ് നേടുന്നുണ്ട്. പക്ഷേ അച്ചീവ്മെൻറ്റ്സിനൊക്കെ അപ്പുറം ആളുടെ പെർഫോമൻസ്, ആളുടെ ബ്യൂട്ടി, ആളുടെ ആ ഒരു സാമ്പാ നൃത്ത ചുവടുകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് വേറെ ലെവലായിരുന്നു. UCL PSG നടത്തിയിട്ടുള്ള കംബാക്ക്, യുവൻറ്റസിനൊക്കെ ഡിസ്ട്രോയ് ചെയ്തത്, അതിനൊക്കെ ക്രെഡിറ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടത് നെയ്മറിനാണ്. നെയ്മർ വേറെ ലെവൽ മനുഷ്യനായിരുന്നു. പക്ഷേ എല്ലാം തകിടം മറിയുന്നത് എവിടെ നിന്നാണ്? അത് ആൾ PSG ക്ലബ്ബ് വിടുന്നതോടെയാണ്. PSG വിടുന്ന സമയത്ത് ഇപ്പോൾ നെയ്മറുടെ ഒരു ഇൻ്റർവ്യൂ പുറത്തായിട്ടുണ്ട്. അപ്പം അതിൽ പറയുന്നുണ്ട്, ഞാൻ PSG പോകാൻ ഡിസിഷൻ എടുത്തതിന് ശേഷം മെസ്സി എന്നോട് വന്ന് ചോദിച്ചു, നീ എന്തിനാ പോകുന്നത്? നിനക്ക് ലോകത്തിലെ ബെസ്റ്റ് പ്ലെയർ ആവണമെങ്കിൽ നിന്നെ ഞാൻ ലോകത്തിലെ ബെസ്റ്റ് പ്ലെയർ ആക്കുമെന്ന് മെസ്സി പറഞ്ഞിട്ടുണ്ടെന്ന് നെയ്മർ പറഞ്ഞു. അപ്പം അത് ആ വരികളിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, വല്ലാത്തൊരു വികാരമാണ്. അങ്ങനെ ആളുടെ കരിയറിലൊരു മോശം ഡിസിഷനായിരുന്നു ബാഴ്സ വിട്ടിട്ട് PSG പോകാമെന്നുള്ളത്. PSG പോകാമെന്നുള്ളതായിരുന്നു മോശം ഡിസിഷൻ. ബാഴ്സ വിടണമെന്ന് നെയ്മർ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനൊരിക്കലും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, ഞാൻ മെസ്സിയുടെ നിഴലിലായി പോകരുത്, ബാലൻ ഡോർ അടിക്കണം, എനിക്ക് ഒറ്റയ്ക്കൊരു UCL ലീഡ് ചെയ്തെടുക്കണം. ഇതൊക്കെ നെയ്മർ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ആഗ്രഹങ്ങളായിരുന്നു, ആളുടെ അംബീഷൻസ് ആയിരുന്നു. അപ്പം അതിനൊന്നും നമുക്കൊരിക്കലും തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ബാഴ്സ വിടരുതെന്നായിരുന്നു ആസ് എ ബാഴ്സ ഫാൻ എന്നുള്ള നിലക്ക് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ആൾ റെക്കോർഡ് ട്രാൻസ്ഫർ ഫീയിൽ പോയത് PSG. നെയ്മറെ പോലുള്ളൊരു പ്ലെയർ PSG പോകുമ്പോൾ പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബാർസലോണയിലൊക്കെ നിൽക്കുവാണെങ്കിൽ നെയ്മർക്ക് ഒരു ലിമിറ്റുണ്ട്. അതായത് എല്ലാത്തിനും, ആൾക്ക് കിട്ടുന്ന ഹോളിഡേയ്സിനാണെങ്കിലും ആൾക്ക് കിട്ടുന്ന ഫ്രീഡത്തിനാണെങ്കിലും എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ബാഴ്സ അറിയാലോ. അപ്പം കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ബാഴ്സയിലാണെങ്കിലും അല്ല പ്രീമിയർ ലീഗ് സൈഡിലാണെങ്കിലും ബയൺ പോലത്തെ ടീമുകളിലൊക്കെ ആണെങ്കിലും അവർക്ക് എല്ലാത്തിനും ഒരു വരയുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ആരും കടക്കില്ല. പക്ഷേ നെയ്മറെ പോലെ ഒരു പ്ലെയർ PSG പോയ സമയത്ത് PSG നെയ്മർക്ക് ആവശ്യത്തിലധികം ഫ്രീഡം കിട്ടി. പലപ്പോഴും നെയ്മറെ പറ്റി കെയർ ചെയ്യാൻ ആൾക്കാരില്ല. ഇപ്പോൾ ബാഴ്സയിൽ കളിക്കുന്ന സമയത്ത് സംതിങ് റോങ് നെയ്മർ അടുത്ത് വന്നു എന്ന് ഞാൻ പറയുന്നില്ല, സംതിങ് റോങ് നെയ്മർ അടുത്ത് വന്നു കഴിഞ്ഞാൽ തിരുത്താൻ മെസ്സി ഉണ്ട്, സുവാരസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഫിഗറൊന്നും ഒരിക്കലും PSG ആൾക്ക് വേണ്ട പോലെ ഹോളിഡേയ്സ് കിട്ടി, പല കൂടെ ഇഞ്ചുറി പ്രശ്നങ്ങളും വന്നു, ആളുടെ ക്ലബ്ബിങ് കൂടി, ഇങ്ങനെ പല പ്രശ്നങ്ങൾ നെയ്മർക്ക് വന്നു. നെയ്മർ ഇഞ്ചുറി പ്രശ്നങ്ങൾ കാര്യമായിട്ട് അലട്ടിയിട്ടുണ്ടായിരുന്നു. അതേസമയം PSG പോലൊരു ക്ലബ്ബിലേക്ക് പോയ സമയത്ത് ആൾക്ക് കൂടുതൽ ഫ്രീഡം കിട്ടിയത് ആളുടെ ലൈഫിൽ എന്താ പറയുക ഡിസിപ്ലിനറി പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ചില സമയത്തെങ്കിലും ആൾ ഫുട്ബോളിനെ എന്താ പറയുക ആൾ 100% കോൺസെൻട്രേഷൻ ഫുട്ബോളിലേക്ക് കൊടുത്തില്ല എന്ന് എനിക്കും എൻ്റെ പരിചയത്തിലുള്ള ഒരുപാട് ബ്രസീൽ ഫാൻസിനും തോന്നിയിട്ടുണ്ട്. അത് PSG പോയിട്ടുള്ള സമയത്താണ്. പിന്നെ അദ്ദേഹം ബാഴ്സ വിട്ടിട്ട് PSG വല്ല പ്രീമിയർ ലീഗ് സൈഡിലേക്കോ ഈവൻ ബയൺ മ്യൂണിക്കിലേക്കോ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ സ്റ്റോറി ഡിഫറെൻ്റ് ആവുമായിരുന്നു. ഹൈപ്പോത്തറ്റിക്കലാണ്. ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ലിവർപൂളിലേക്ക് വന്നിരുന്നെങ്കിൽ, ചെൽസിയിലേക്ക് പോയിരുന്നെങ്കിൽ എല്ലാം ഡിഫറെൻ്റ് ആയാനെ. ആളുടെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. ആ ഒരു പ്രീമിയർ ലീഗ് ഒരു ബെറ്റർ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന സമയത്ത് ആൾക്ക് വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും അല്ലായിരുന്നു PSG ഉണ്ടായിരുന്നത്. അങ്ങനെ പക്ഷേ PSG ആൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങൾ വരുന്നുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ട്. 2022 ആ ഒരു UCL ടീമിനെ ഫൈനലിൽ കൊണ്ടെത്തിക്കുന്നുണ്ട് നെയ്മർ.
നെയ്മറും എംബാപ്പയൊക്കെ ചേർന്നിട്ട്. അതിൽ മുന്നിൽ നിന്ന് ലീഡ് ചെയ്ത മനുഷ്യൻ ആരാണ്? അത് നെയ്മറാണ്. അങ്ങനെ അവിടെയും ആൾ തല താഴ്ത്തി മടങ്ങി. ബ്രസീൽ ടീം 2019 കോപ്പ അടിക്കുന്ന സമയത്ത് ഇഞ്ചുറി കാരണം ആൾക്ക് കളിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. പിന്നീട് 2021 കോപ്പയിലേക്ക് വരുന്ന സമയത്ത് അർജൻറ്റീനയ്ക്ക് മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ട ഒരവസ്ഥ വന്നു. ആൻഡ് പിന്നീടുള്ള കോപ്പയും ആൾക്ക് കളിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ നോക്കുവാണെങ്കിൽ ആൾ PSG നിന്ന് വീണ്ടും അൽഹിലാലിലേക്ക് പോയി. പിന്നെ അൽഹിലാലിലേക്ക് പോയി. അതും ഒരു മോശം ഡിസിഷനായിരുന്നു എന്നേ. അത് പെട്ടെന്ന് വന്നൊരു ഡിസിഷനാണ്. നെയ്മറിനെ ടെംപ്റ്റ് ചെയ്തത് മോസ്റ്റ് പ്രോബബ്ലി മണി ആയിരിക്കും അൽഹിലാലിലേക്കുള്ളൊരു മൂവിന്. കാരണം അൽഹിലാലിലേക്ക് പോകുന്ന സമയത്ത് ആൾ ഒരു പ്രീമിയർ ലീഗ് സൈഡിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ബാഴ്സയിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ആ നിലക്ക് പറയുകയാണ് ഞാൻ. പക്ഷേ ആൾ അൽഹിലാലിൽ പോയി, ഇഞ്ചുറി വന്നു. പിന്നെ അദ്ദേഹം ഇതുവരെ മര്യാദക്ക് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഒരു മത്സരം വരുന്നു, പിന്നെ ഒരു വർഷം ഇഞ്ചോർഡാവുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും ഇഞ്ചുറി പറ്റുന്നു. അതാണ് അവസ്ഥ. ഇഞ്ചുറി ആളുടെ കരിയറിനെ കാർന്ന് തിന്നുന്നൊക്കെ നമ്മൾ പറയുമല്ലോ. നമ്മൾ ഈ പറയുന്നത് ഈ നമ്മുടെ ജനറേഷനിലെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിൽ ഒരാളെ കുറിച്ചാണ് നമ്മൾ പറയുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. അങ്ങനെ ഇപ്പം ആൾ അൽഹിലാൽ വിടും ഏകദേശം. എന്നിട്ട് വല്ല ചിക്കാഗോ ഫയർ എഫ്സിയോ ആരോ ആളെ സൈൻ ചെയ്യാൻ നോക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. നെയ്മർ ഗ്രൗണ്ടിൽ ഫിറ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ നെയ്മറോളം ത്രെറ്റ് തരാൻ പറ്റുന്ന പ്ലേയേഴ്സ് കുറവാണെന്ന്. നെയ്മറെ നേരിട്ട് ഓപ്പണൻസിനോടൊക്കെ ചോദിക്കുന്ന സമയത്ത് കെയിൽ വാക്കറോട്, ഡിബ്രോയിനോട്, എമി മാർട്ടിനസിനോട്, റോഡ്രിഗോ ഡിപോളിനോട് ഒക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഞങ്ങൾ നേരിട്ട് ഏറ്റവും വലിയ ഒപ്പണൻ്റ്, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള, ഏറ്റവും പേടിച്ചു പോയ ഒപ്പണൻ്റ് എന്ന് പറയുന്നത് നെയ്മറാണെന്നാണ് പറയുന്നത്. അതാണ് നെയ്മർ, അതാണ് ആളുടെ കളി. ആളെങ്ങനെ ഇത്ര ഇഞ്ചുറി പറ്റുന്നത്? ആളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫൗൾ ചെയ്യാതെ നെയ്മർ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡിഫിക്കൾട്ട്. അപ്പോൾ അങ്ങനെയാണ് ആൾക്ക് അത്ര ഇഞ്ചുറി പറ്റിയത്. അങ്ങനെ നെയ്മർ എന്ന് പറയുന്ന ആൾ ഓൾമോസ്റ്റ് ആസ് എ ഫുട്ബോളർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആൾക്ക് ഏത് ക്ലബ്ബിൽ പോയി കഴിഞ്ഞാലും ബ്രസീലിയൻ ടീമിലേക്ക് തിരിച്ചെത്താൻ പറ്റുമെന്നുള്ള കാര്യം വളരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ബ്രസീൽ ഫുട്ബോളിന് ഇതിപ്പോൾ ഒരു നാഥനില്ല. ബ്രസീൽ ടീം ടോട്ടലി സഫറിങ് ആണ്. അപ്പം അവിടെ ഒരു ലീഡറായിട്ട് നമ്മൾ നെയ്മറെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ആളുടെ ഇഞ്ചുറി പ്രശ്നവും ഇനിയിപ്പോൾ ആൾ ചിക്കാഗോയിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആൾ ബ്രസീലിയൻ ടീമിലേക്ക് തിരിച്ചെടുക്കുന്നു. സോ അതാണ് നെയ്മറെ കുറിച്ച് പറയുമ്പോൾ വല്ലാത്ത സങ്കടമൊക്കെ വരും. ആളുടെ കരിയറിൽ ഡിസിഷൻസ് ഭയങ്കര പ്രശ്നമായിരുന്നു. ആൾ ബാഴ്സയിൽ തുടരുന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ബാഴ്സ വിടുന്ന സമയത്ത് ആൾക്കൊരു ബെറ്റർ സൈഡ് ചൂസ് ചെയ്യായിരുന്നു. പ്രീമിയർ ലീഗോ ഈവൻ ബയൺ മ്യൂണിക്കോ നല്ല ഡിസിഷൻ ആവുമായിരുന്നു. സീരിയസ്ലി ഹൈപ്പോത്തറ്റിക്കലാണ്. പിന്നെ ആൾ PSG വിടുന്ന സമയത്തും ആൾക്ക് അൽഹിലാലല്ലാതെ വേറൊരു സ്ഥലം ചൂസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നെയ്മറെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് പറ കമൻറ്റ് സെക്ഷനിൽ, കേൾക്കട്ടെ ഓർമ്മകൾ നെയ്മറെ കുറിച്ചുള്ള. പിന്നെ നമുക്ക് പറയാനുള്ളത് അൽഫോൺസോ ഡേവിസിനെ കുറിച്ചാണ്. അൽഫോൺസോ ഡേവിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാനുള്ള ഡിസിഷൻ ബയൺ മ്യൂണിക്കിനോട് ചേർന്ന് എടുത്തിട്ടുണ്ട് എന്നുള്ള ന്യൂസസാണ് ഇപ്പം നമ്മളെ പ്ലറ്റനാണെങ്കിലും അതുപോലെ ഡേവിഡ് ഓൺസ്റ്റൈനൊക്കെ ആണെങ്കിലും പറയുന്നത്. സോ റയൽ ആളെ സൈൻ ചെയ്യണം എന്നൊക്കെയുള്ളൊരു മൈൻഡിൽ നിൽക്കുമായിരുന്നു. ആൾ ഫ്രീ ഏജൻ്റ് ആവും, അത്തരത്തിലുള്ള നമ്മളിതുവരെ പ്രതീക്ഷിച്ചു. ആൾ ഫ്രീ ഏജൻ്റ് ആവും. അടുത്ത സമ്മറിൽ ഫ്രീ ഏജൻ്റായിട്ട് അർണോൾഡിനെ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ അവർ ഡേവിസിനെയും കൊണ്ടുവരുന്നതാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആളെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഓൾമോസ്റ്റ് ഡിസിഷൻ ആയിട്ടുണ്ട്. സോ ഇനി എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കും. കാരണം എല്ലാ കാലത്തും അൺടച്ചബിളായിട്ടാണ് ഈ അൽഫോൺസോ ഡേവിസ് എന്ന ലെഫ്റ്റ് ബാക്കിനെ, വേൾഡ് ക്ലാസ് ലെഫ്റ്റ് ബാക്കിനെ, വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ലെഫ്റ്റ് ബാക്കിനെ ബയണ് കണ്ടിട്ടുള്ളത്. ബയണെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്ന പ്ലെയർ അല്ല. ആൾ റയറാണ്, ആളുടെ ടാലൻറ്റ് ഡിഫറെൻ്റ് ആണ്, ആളുടെ ഇമ്പാക്റ്റ് ഡിഫറെൻ്റ് ആണ്, എല്ലാമാണ്. സോ അവിടെ ആൾ പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടി പോവാണ്. റയൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കും. കാരണം അധിക പേരും അവിടെ ഈ മനുഷ്യൻ്റെ സ്വപ്നം കണ്ടതിൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ലോകത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് റയലിലെത്തുക എന്ന് പറയുമ്പോൾ ഏത് ടീമിലെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ഒരു ന്യൂസ് പരന്നു കഴിഞ്ഞാൽ ആ ഫാൻസ് സ്വപ്നം കാണും, സ്വാഭാവികമാണ്. എനിവേ ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലെന്ത് നടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി റയൽ ഇടപെട്ടിട്ട് ആളെ കൊണ്ട് കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും പണിയെടുക്കണം. അങ്ങനെ ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു പോസിബിലിറ്റി മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്.
ഓൾമോസ്റ്റ് ഒരു 90% ആൾ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ള ഒരു ഫീലാണ് എനിക്കുള്ളത് നമ്മുടെ ഈ അൽഫോൺസോ ഡേവിസിൻ്റെ കേസിൽ. എനിവേ ലെറ്റ്സ് സീ. പിന്നെ അവിടെ ജമാൽ മുസിയാലിൻ്റെ കോൺട്രാക്ട് സിറ്റുവേഷൻ ഉണ്ട്. ആൾ റിലീസ് ക്ലോസ് ചോദിക്കുന്നുണ്ട്, റിലീസ് ക്ലോസ് കൊടുക്കൂല എന്ന് റൊമിനിക്ക് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഡിസിഷൻ അവിടെ നിൽക്കുന്നുണ്ട്. അത് പോട്ടെ. പിന്നെ അടുത്തായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് എർലിംഗ് ഹാലൻഡിനെ കുറിച്ചാണ്. എർലിംഗ് ഹാലൻഡ് പ്രീമിയർ ലീഗിലേക്ക് എത്തി. ആൾ ലീഗുകൾ അടിച്ചു, ആൾ UCL അടിച്ചു, ഒരുപാട് ഗോളുകൾ അടിച്ചു, കുറേ അവാർഡുകൾ വാരിക്കൂട്ടി. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എർലിംഗ് ഹാലൻഡ്. അപ്പോൾ നിലവിൽ പെട്ടെന്ന് വന്നിട്ടുള്ളൊരു ഡിസിഷൻ, പെട്ടെന്ന് വന്നിട്ടുള്ള ന്യൂസ്, 9.5 വർഷത്തെ കോൺട്രാക്റ്റ് മാഞ്ചസ്റ്റർ സിറ്റിയോട് എർലിംഗ് ഹാലൻഡ് സൈൻ ചെയ്തു. അതായത് 2034 വരെ സിറ്റിയുടെ കൂടെ തുടരാൻ ഈ ചങ്ങായി ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. അതൊരു ബിഗ് ഡിസിഷനാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അത് കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആണ്. ആളെ ബാഴ്സയിൽ കാണണം അല്ലെങ്കിൽ മറ്റൊരു ക്ലബ്ബിൽ കാണണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ അതിനൊക്കെ തൽക്കാലം അവർ ഷട്ടർ ഇട്ടു. ഞാൻ ഇവിടെ തന്നെ തുടരുവാണ്, മാഞ്ചസ്റ്റർ സിറ്റിയിൽ തുടരുക എന്നുള്ള ഡിസിഷൻ എർലിംഗ് ഹാലൻഡ് എടുത്തിട്ടുണ്ട്. ഹാലൻഡിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഡിസിഷൻ തന്നെ ആയിരിക്കും. എനിവേ ആളുടെ ഒരു കമ്മിറ്റ്മെൻറ്റാണ് കാണിക്കുന്നത്. ടീം ഒരു ബാഡ് ഫേസിലൂടെ പോകുന്ന സമയത്തും 9.5 വർഷത്തെ കോൺട്രാക്റ്റ് ആ മനുഷ്യൻ സൈൻ ചെയ്തു. എർലിംഗ് ഹാലൻഡ് എന്ന് പറയുന്ന സ്ട്രൈക്കർ. എർലിംഗ് ഹാലൻഡിന് ഗ്രൗണ്ടിൽ ചില പരിമിതികളുണ്ടെങ്കിൽ പോലും ബോൾ സ്ട്രൈക്ക് ചെയ്ത് പോസ്റ്റിലേക്ക് കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലോകത്ത് എർലിംഗ് ഹാലൻഡിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ബാഴ്സയിലേക്കൊക്കെ ആൾ കിട്ടണമെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. എനിവേ അതൊന്നും ഇനി നടക്കുന്നു തോന്നുന്നില്ല. അപ്പോൾ 9.5 വർഷത്തെ കോൺട്രാക്റ്റ്, മാഞ്ചസ്റ്റർ സിറ്റിയിലെ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ആയിരിക്കും ആൾ. അതുപോലെ പ്രീമിയർ ലീഗിൽ വൺ ഓഫ് ദ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ഓഫ് ഓൾ ടൈം ആയിരിക്കും. അങ്ങനെയാണ് കേൾക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു പതിയെ അയാളനായിരിക്കും പ്രീമിയർ ലീഗിലെ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ഓഫ് ഓൾ ടൈം. ആ ഒരു ലെവലിലേക്കൊക്കെ സാലറി ഉയരുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിവേ ആളുടെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. അതിലിനി കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ 1-2 സീസൺ കൊണ്ട് 2-3 സീസൺ കൊണ്ട് അലൻ ഷീറർ റെക്കോർഡ് തകർത്തെറിയുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒറ്റ മൈൻഡേ ഉള്ളൂ ഹാലൻഡിന്, സിറ്റിക്ക് വേണ്ടി കളിക്കുക, സിറ്റിക്ക് വേണ്ടി ട്രോഫീസ് അടിക്കുക. 9.5 വർഷം കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ്. ഈ കോൺട്രാക്റ്റിൽ എക്സിറ്റ് ക്ലോസുകളൊന്നുമില്ല കേട്ടോ, റിലീസ് ക്ലോസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം. അല്ലെങ്കിൽ മൂപ്പരുടെ ഏജൻറ്റ് ഒരു റിലീസ് ക്ലോസിന് വേണ്ടി വാശി പിടിക്കുന്ന ആളായിരുന്നു. അപ്പം അങ്ങനത്തെ ക്ലോസസ് ഒന്നുമില്ല. അപ്പം ആളുടെ ആഗ്രഹം എത്രയേ ഉള്ളൂ, പ്രീമിയർ ലീഗിൽ നിന്ന് പടിയിറങ്ങുന്ന സമയത്ത് പ്രീമിയർ ലീഗ് ചരിത്രം കണ്ട എക്കാലത്തെയും മികച്ച സ്ട്രൈക്കറായിട്ട് പടിയിറങ്ങുക. അവരൊറ്റ ലക്ഷ്യം നിലവിൽ എർലിംഗ് ഹാലൻഡിനുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ആൾ 9.5 വർഷത്തേക്ക് ആ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ നടത്തിയിട്ടുള്ളത്. സോ ഒരുപാട് കാലം പ്രീമിയർ ലീഗിൽ ഗോളടിച്ചു കൂട്ടുന്ന എർലിംഗ് ഹാലൻഡിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സിറ്റിയിലേക്ക് ഒമാർ മർമൂഷ് എത്താൻ വേണ്ടി പോവാണ്. ഒമാർ മർമൂഷിനെ പോലത്തെ ഒരു ക്രിയേറ്റർ അവിടെ ഉള്ളപ്പം ഒരുപാട് ബോളുകൾ ഇനിയും അവിടെ ഹാലൻഡിന് കിട്ടും. അത് സംശയമില്ലാത്തൊരു കാര്യമാണ്. ഒമാർ മർമൂഷ് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലെയറാണ്. ആൾ സിസ്റ്റത്തിലോട്ട് അഡാപ്റ്റ് ആയിക്കഴിഞ്ഞാൽ, പ്രീമിയർ ലീഗിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലക്ഷറി അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് എർലിംഗ് ഹാലൻഡാണ്. ഒരു ഡൗട്ടും ഇല്ല കാര്യത്തിൽ. ഓക്കെ, സോ ലെറ്റ് സി. ഹാലൻഡ് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. നെയ്മറിൻ്റെ കാര്യം അങ്ങനെ, ആൻഡ് നമ്മുടെ ഡേവിസ് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ ഒപ്പീനിയൻസ്, എസ്പെഷ്യലി നെയ്മറെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.